മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പരമഭക്തരായിരുന്നു കാളക്കാട്ടിലത്തെ തിരുമേനിയും അന്തർജനവും. കാലാകാലങ്ങളായി കുട്ടികളുണ്ടാവാത്തതിനെ തുടർന്ന് പരമശിവനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ വള്ളുവനും വള്ളുവത്തിയുമായി അവതരിച്ചപ്പോൾ അവർക്ക് ഭൂമിയിൽ പിറന്ന ഒരു ഉണ്ണിയെ ദാനം ചെയ്തു. ഇല്ലത്തെ കീഴ്വഴക്കങ്ങൾക്കെതിരായി വളർന്നു വന്ന കുറുമ്പനായ ഉണ്ണിയെ പഠനത്തിനായി ഗുരുക്കളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഗുരുവുമായി എന്നും വാക്തർക്കത്തിലേർപ്പെട്ട ഉണ്ണി ഒടുവിൽ ഗുരുവിന്റെ തല തല്ലിപ്പൊളിച്ച് അവിടെ നിന്ന് തിരിച്ച് ഇല്ലത്തേക്ക് മടങ്ങി. പഠനം മതിയാക്കി കാളമേച്ച് നടന്നിരുന്ന ഉണ്ണി ഒരു ദിവസം ഒരു കാളയുടെ കഴുത്തറുത്ത് ചോര കുടിക്കുന്നത് കണ്ട തിരുമേനി ഉണ്ണിയെ ആവോളം തല്ലി നോക്കി. ഇല്ലത്തമ്മയുടെ ഏഷണി നിമിത്തമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് തെറ്റിദ്ധരിച്ച ഉണ്ണി ദേഷ്യം കൊണ്ട് ഇല്ലത്തമ്മയുടെ നെഞ്ചത്തോട്ട് കല്ലെറിഞ്ഞു വീഴ്ത്തി. ദേഷ്യം സഹിക്കാനാവാത്ത തിരുമേനി അവനെ വെട്ടിനുറുക്കി കൊന്നു. പക്ഷേ അവൻ ചത്തില്ല. വാശി കൂടിയ നമ്പൂതിരി മന്ത്രവാദികളെ കൊണ്ടുവന്ന് ചാത്തനെ 390 കഷണങ്ങളാക്കി 21 ഹോമകുണ്ടങ്ങളിൽ ഹോമിച്ചു. എന്നാൽ ഈ ഹോമകുണ്ടങ്ങളിൽ നിന്നെല്ലാം അനേകായിരം ചാത്തന്മാർ പുനർജനിച്ചു. തീക്കുണ്ടത്തിൽ നിന്നുയർന്നവൻ തീക്കുട്ടിയായും പൂവിൽ നിന്നുയർന്നവൻ പൂക്കുട്ടിയായും കരിയിൽ വീണവൻ കരിങ്കുട്ടിയായും പറന്നുപോയവൻ പറക്കുട്ടിയായും ഓടി നടന്ന് കാളക്കാട്ടിലവും മറ്റു ബ്രാഹ്മണ കുടുംബങ്ങളും തീ വെച്ച് നശിപ്പിച്ചു.